ആ ഫാറ്റി ലിവറിൻ്റെ തോത് എത്രത്തോളം സിവിയർ ആണെന്നറിയാൻ നിങ്ങൾക്ക് ഈ 100 രൂപയിൽ താഴെയുള്ള ഈ ടെസ്റ്റ് ചെയ്താൽ മതിയാകും. ഒരു ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലിവർ ഡാമേജിൻ്റെ തോതറിയാൻ പലപ്പോഴും നിങ്ങൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന് ഒത്തിരി പരിമിതികളുണ്ട്. ഫാറ്റി ലിവറിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ലിവർ ആണെങ്കിൽ ആ ഫാറ്റി ലിവറിൻ്റെ തോത് എത്രത്തോളം സിവിയർ ആണെന്നറിയാൻ നിങ്ങൾക്ക് ഈ 100 രൂപയിൽ താഴെയുള്ള ഈ ടെസ്റ്റ് ചെയ്താൽ മതിയാകും. അത് മറ്റൊന്നുമല്ല, VLDL അഥവാ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നുള്ള. സാധാരണയായി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുക, അതായത് ഹെപ്പാറ്റിക് സെൽസിൽ, ലിവർ സെൽസിൽ ഫാറ്റ് അമിതമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക, ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ആൽക്കഹോൾ കാരണം ഉണ്ടാകാറുണ്ട്. ഈ പ്രോസസ്സിനെ ശരീരം റിവേഴ്സ് ചെയ്യുന്നത് വെരി ലോ ഡെൻസിറ്റി പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂളാണ്. വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ VLDL നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റി ലിവറിന്റെ ആധിപത്യം വളരെ കൂടുതലാണെങ്കിൽ VLDL വളരെ കുറഞ്ഞ് കാണാറുണ്ട്. ഇവിടെ ക്ലിനിക്കിൽ കിട്ടുന്ന ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവർ പല കേസസിലും VLDL വളരെ കുറവായി കാണുന്നുണ്ട്. അതിനർത്ഥം കൂടുതലും ഫാറ്റ് ഡെപ്പോസിഷൻ ലിവറിൽ കൂടി കാണുന്നു. സോ VLDL എന്ന് പറഞ്ഞൊരു മോളിക്യൂളാണ് പലപ്പോഴും ഫാറ്റിനെ ലിവറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ആ പ്രോസസ്സ് അതിന് ചെയ്യാൻ കഴിയാതെ VLDL വളരെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫാറ്റി ലിവറിൻ്റെ തോത് വളരെ കൂടുതലെന്നുള്ളതാണ്. സോ ശ്രദ്ധിക്കുക, ഈ 100 രൂപയിൽ താഴെയുള്ള ഈ ഒരു ടെസ്റ്റ് ആയിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫാറ്റി ലിവറിൻ്റെ പ്രൊഗ്നോസിസ്, അതിൻ്റെ തീവ്രത എന്ന് മനസ്സിലാക്കാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനേക്കാളും ചിലപ്പോൾ ഉപകരിക്കുന്നത് VLDL എന്ന ടെസ്റ്റ് തന്നെയായിരിക്കും.